നിങ്ങൾ കമ്മിറ്റി ടീം തന്നെയാണ്. ലഫ്രി നിങ്ങളൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങൾ കളിയിൽ ജയിച്ചേ. അതെങ്ങനെ 70 മിനിറ്റ് വരെ ലഫ്രിക്ക് ഒരു കേടൂല്ലേ? എങ്ങനെ പിന്നെ പെട്ടെന്നാണ് കേടായത്? അങ്ങനെ തന്നെ. എന്നെ നാട്ടിക്കെടുത്ത് അവിടെ വന്ന ഇതാണ് എന്റെ ക്ലാസ്. ഇവിടെ നിന്നോളൂ, ഞാൻ ടീച്ചർ. എന്റെ ക്ലാസ് കളിച്ചാൻ വെക്കണം, അല്ലാതെ ഓരോ ഒപ്പാരി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചിട്ട് തൊയിലില്ലാന്ന് വെച്ചാൽ ഇതിനാടി നല്ല തോറ്റാ മതി. അത് പറഞ്ഞോളി. അല്ല ഞമ്മൾ നിർത്ത് നിങ്ങളെ കൊടുക്കാ. ഞാൻ യാറിക്കാണ് അവിടെ കുറെ ബ്ലോഗ്. ഇതിനുള്ള ക്ലാസ്സോ ഇവിടെ മാസ്മാരും ടീച്ചർമാരും ചോദിച്ചു നോക്കണം. ഒരു കൊല്ലം എന്നെ ചേർത്തിട്ടേ ഇജ്ജ് പണിയെടുത്തുകൊണ്ട് പൈസ കൊണ്ടുവന്നല്ലേ. പെരീത്തെ സോഫയെന്ന് തുടങ്ങിയ കച്ചറല്ലേ. നടന്ന് എത്താ ഹൈലൈറ്റ് മാൾക്ക് എത്തിക്കണു. എത്തപ്പെടേ ഹൈലൈറ്റ് മാൾക്ക് വെറുതെ വന്നതല്ല. ഇവിടുത്തെ നെസ്റ്റോലെ 4 ദിവസം വരുന്നുണ്ട്. ഓർക്ക് സെക്യൂരിറ്റി ആയിട്ട് നിന്നോട്ടെ. ഞാനും യാറേക്കന്നെ. അവിടുത്തെ ഒരു വ്ളോഗർ ഞാനാണ്, കുഞ്ഞപ്പ വ്ളോഗർ. അതിന്റെ കജിനെന്താ പറ്റിയേ? അതിന്റെ കൂട്ടൊന്നും പറയണ്ട. കാര്യം ചോദിച്ചിട്ട് പിന്നെ ഞാൻ അതിനാ നേരാവുമ്പോ ഓരിങ്ങോട്ട് തരൂ. അതിനത്തെ നേരം കാലം ഇങ്ങോട്ട് നടക്കേത് ഓഫർ ഇറക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിട്ട് വന്നാണ്. പക്ഷെ അത് പറയുമ്പോ നമ്മൾ രണ്ടാളും ടീം ഒന്നേക്കാരട്ടോ. ഒന്ന് ആലോചിച്ചണം. ഇതിനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓഫർ കണ്ടാച്ച് വിളിച്ച് പറിച്ചോ. ഇന്ത്യനും ബ്രസീലും തമ്മിൽ 1-2 പറഞ്ഞാണ്ടേ കയ്യാണ്ട് ഒടിച്ചു. ആരും ഒരു തെങ്ങിന്റെ ആര് മറ്റേ പുളിക്ക. ഓ ബുഡ പുളിഞ്ചോട് ഉസ്മാനെ ആ ഗുണ്ടന്നെ നോക്കട്ടെ. എത്താണ് ഈ തോറ്റ കളി ഇങ്ങനെ കണ്ടു കൊടുക്കാന്? ഇതിന് എത്ര എനിക്കറിയോ? 39,999 ലൈസൻസിന്റെ 50 മാരകം തന്നെ വണ്ടി വിചാരിച്ചിട്ട് ക്ലാസ്സൊക്കെ വരലിട്ടോ. അയച്ചൊന്ന് ആലോചിക്കണം. ചെറുക്കന്റെ പഠിപ്പ് ഇപ്പൊ മറ്റന്നാൾക്ക് ഒരു കൊല്ലാകാനായി. പണി കറാറൊക്കെ ആവൂലേ. ഈ ഇമ്മച്ചിന്റെ കൂർക്കല്ല് എത്ര ചോദിച്ചോക്കാം? ഇമ്മച്ചിന്റെ കൂർക്കലോ പുന്നാരപ്പച്ചേ ഇമ്പക്സിന്റെ കുക്കർ 3 വരുന്ന കോമ്പോക്കെ വെറും 2000. ആരാ എന്താടാ ഞങ്ങൾ പോവും. ഞാൻ ബ്ലോഗറാണ്. അംസക്ക മാറിസ്കോ കുഞ്ഞോട് മാറുന്ന പ്രസൻസ് അംസക്ക നമ്മളെ മെസ്സിനെ പിന്നെ അല്ലാതെ നിങ്ങൾ സമാധാനമായി പോയിക്കോളൂ. അത് കേട്ടാ മതി. പിന്നെ എല്ലാരോടും ഒരു കാര്യം പറയണ്ട. എന്റെ അപ്പച്ച വരുന്നുണ്ട്. ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത്. അതിന് തീരെ അന്തല്ലാതോ. 3 ഗോൾ അടിച്ചാ പോരാ, അന്തമാണേ. എത്തത് ഇത് അർജന്റീന ജയിച്ചെന്ന് പെരിയിൽ എല്ലാവർക്കും ബിരിയാണി കുറ്റം പറഞ്ഞു. ഉസ്മാക്ക് അങ്ങനെ ടീം ആദ്യം സലാം പറഞ്ഞു പോയതല്ലേ. പിന്നെ എന്തിനാ അർജന്റീന നേരങ്ങൾക്ക് കയ്യാകളി? സോറി. ഇതില് കൊറേ കുഞ്ഞാപ്പോളുണ്ടല്ലോ. വിസിലടിച്ചു, പെനാൽറ്റിയായി. അതാക്കണു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ്. എന്തിനാ എടുത്തിട്ടുണ്ട്? അഥവാ നിങ്ങൾ തോൽക്കാണെന്നുണ്ടെങ്കിൽ തലയിൽ മൂടി പോച്ചാണ് നടക്കാനേ. അവർ 199 ഉറുപ്പിയുള്ളൂ. മോർലൈറ്റിന്റെ സോപ്പ് ഇവിടെ എനിക്ക് പൈസ കിട്ടില്ല തുടങ്ങിയോ? ഇതെന്താ പഠിച്ചു? ഞാൻ എച്ച്ആറിന്റെ കോഴ്സ്. അച്ചാറുണ്ടാക്കാൻ പഠിച്ചാൻ കെട്ടിയിട്ട് ഈ മെസ്സിന്റെ കുട്ടികളെ തോട്ടനെ കണ്ടോണ്ടു. എന്നാ ആദ്യം എനിക്ക് സെക്യൂരിറ്റി നിരമാക്കി പരിപാടി. ലഫ്രിക്ക് കായ കൊടുത്താണ്ട് കളിയിൽ ജയിച്ചാണ് മൂക്ക് പൊടി. ആളാ ഞങ്ങൾക്ക് കായിട്ട് ഞങ്ങൾ ഇനി കൊടുക്കും. ചേട്ടൻ പണി വെച്ചാൽ നോക്കേ 4 കിലോ കാര്യമല്ല എച്ചാറിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പുറത്തേക്ക് പോർന്നേ എല്ലാരോട് ചോദിച്ചാണതേ. നിങ്ങൾക്ക് പെരി പോവാനായിട്ട് അമ്മച്ചി വിളിച്ചോണ്ട് വണ്ടി വന്നോടത്ത് തന്നെ പോയോ? അല്ല ഈ ബ്ലോഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തിട്ടും എന്തായാലും തീരുണ്ട് താമസക്കും. ബോളി കൂട്ടി 3-2 ജയിച്ചു വിചാരിച്ചു. എല്ലാ ആളാവും നിക്കണ്ട ഇവിടെ. ആരും ഞാൻ ലോജിസ്റ്റിക്സ്. അലാസ്റ്റിക്കോ? അലാസ്റ്റിക് അല്ല, ലോജിസ്റ്റിക്സ് എന്നാ പറഞ്ഞു. ഇങ്ങോട്ട് വരും തന്നെ. ദീപ കേട്ടോളാം. അഞ്ഞേലൊന്ന് തേച്ചൊച്ച് കുളിച്ചു. ഹംസാജി ഞാൻ പറഞ്ഞ പോലെ പറയാം. ബോൾ ബോൾ ഒറ്റ മിനിറ്റ് വൈദ്യുതി എടുത്തിട്ട് കൊണ്ടേ കണപ്പൻ കൊണ്ട. A few moments later. മീൻകുട്ടിയല്ലേ ഇതെന്തിനാ പഠിച്ചു? തന്നെ ABCD ഉണ്ടാക്കോടെ ഞാൻ പറഞ്ഞുതരാം. ഇതും കൂടിയേ പറയാനുള്ളൂ. ഗ്രിൽ ചിക്കനൊക്കെ 249 ഉറുപ്പിയൊക്കെ കൊടുക്കണേ. എന്താണാവോ വിചാരിച്ച സാറിന്റെ അടുത്തേക്കാണ് നമ്മൾ അടുത്ത് പോകണ്ടേ. മൂപ്പരെ പോയി ബോധം കിട്ടണം. എന്തേ വൈദ്യുരത്തെ പറഞ്ഞേ ഉറക്കൊഴിച്ചാണ് അർജന്റീന കളിച്ച് കാണരുത് ഇറങ്ങണോ?
അതന്നെ ഞാൻ തന്നെയാണ് കൊമ്പക്കാട് പോയാ കാലം കൊണ്ട് എത്തോ എന്റെ കഥ